കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആചാര ലംഘനമുണ്ട് കൽപ്പാത്തിയിൽ. നമുക്കറിയാം, രഥം വലിക്കുന്നതും രഥം വലിക്കാൻ ഉപയോഗിക്കുന്ന വടത്തിൽ തൊടുന്നത് പോലും പുണ്യമായി കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ MP ചെരുപ്പിട്ടുകൊണ്ട് ഈ രഥം വലിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത്. അതെ, നമുക്ക് എന്തായാലും ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം അതിൻ്റെ വിവരങ്ങൾ ശിവദാസിനോട് തേടാം. ഒന്നാം തേരിനിടെ രഥം വലിക്കുമ്പോഴായിരുന്നു അനിഷ്ട സംഭവങ്ങൾ. വ്രതമെടുത്ത് ശുദ്ധിയായി ചെരുപ്പഴിച്ചാണ് രഥം വലിക്കുക. എന്നാൽ ചെരുപ്പ് ധരിച്ച് ആചാരങ്ങൾ ലംഘിച്ചായിരുന്നു വി കെ ശ്രീകണ്ഠൻ MP രഥം വലിച്ചത്. ചരിത്രപരമായിട്ട് വളരെയധികം കാശി വിശ്വനാഥ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെതായ പവിത്രത ഉണ്ട് അതിന്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വാസികൾ പറയുന്നു. അല്ലല്ല, ചെരുപ്പിടാൻ പാടില്ല ഇപ്പോഴും. അതാണ് ആചാരം. ചെരുപ്പ് മാറ്റി വെച്ചിട്ട് വേണം തേര് വലിക്കാൻ. അങ്ങനെയുള്ളതാണ് ആചാരം. ആ വ്രതമൊക്കെ ഇരുന്ന് ആ ചടങ്ങ് വ്രതം അനുഷ്ഠിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ വരുള്ളൂ. ഇവിടെ എല്ലാവരും നല്ല വ്രതശുദ്ധിയോടുകൂടിയേ വരുള്ളൂ. വ്രതാനുഷ്ഠാനത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്. വരും ദിവസങ്ങളിലും ഇത്തരം ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധം തുടരാനാണ് ഭക്തരുടെ തീരുമാനം. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയുക. ആചാരങ്ങൾ തന്നെയാണ് കൽപ്പാത്തിയിലെ പ്രധാനം. ആചാരങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരും. ക്യാമറാമാൻ സനലിനൊപ്പം ശിവദാസ് കന്മണം, ജനം, പാലക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസ്, കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ഈ വടം വലിച്ചത് ചെരുപ്പിട്ടുകൊണ്ടായിരുന്നു രഥം വലിച്ചത്. അവിടെ കൂടി നിന്ന ഭക്തർ പലതവണ പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് ധരിക്കരുത് എന്ന്. പക്ഷേ അത് കേട്ടമട്ടേ അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. തീർച്ചയായും രോഹിണി, വലിയ ഒരു ആചാര ലംഘനം തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ MPയും അദ്ദേഹത്തോടൊപ്പം വന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ നടത്തിയത്. കൽപ്പാത്തിയെ സംബന്ധിച്ച് ആചാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. 3 ദിവസമാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ. അതിന് തൊട്ടു മുൻപുള്ള ഏകദേശം ഒരാഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കലാപരിപാടികളും അനുബന്ധ പരിപാടികളും എല്ലാം തന്നെ നടക്കാറുണ്ട്. ഇതിന് ഈ രഥം വലിക്കുന്നതിന് പ്രത്യേകമായി തന്നെ കൃത്യമായി വ്രതശുദ്ധിയോടെ തന്നെയാണ് ഭക്തർ ഈ രഥം വലിക്കുക. അതിന് കുറച്ചു ദിവസം മുൻപ് തന്നെ നോയമ്പെല്ലാം എടുത്ത് അത്തരത്തിൽ മത്സ്യ മാംസാദികളെല്ലാം തന്നെ ഒഴിവാക്കി പൂർണ്ണമായും ശുദ്ധതയോട് കൂടിയാണ് ഈ രഥം വലിക്കുക. അതിന് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ഒരു നേർച്ചയായി മനസ്സിൽ വിചാരിച്ച് അതിനുശേഷമാണ് ആ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ കൽപ്പാത്തി രഥോത്സവ സമയത്ത് രഥം വലിക്കുക. അങ്ങനെയാണ് ഭക്തർ കഴിഞ്ഞ കാലങ്ങളായി ഇത്തരത്തിൽ ഇവിടെ ഈ രീതിയിലുള്ള ഒരു ആചാരം അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വി കെ ശ്രീകണ്ഠൻ MPയും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയത്. ഒന്നാം തേരായിരുന്നു ഇന്നലെ. ഈ സമയത്താണ് ഇന്നലെ കൽപ്പാത്തിയിൽ രഥം വലിക്കുന്ന ഈ ചടങ്ങിനിടെ വി കെ ശ്രീകണ്ഠൻ MPയും മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ ചെരുപ്പെല്ലാം ധരിച്ച് ഒരു ആചാരം പോലും കൃത്യമായി പാലിക്കാതെ ഈ രഥം വലിച്ചത്. ആ സമയത്ത് തന്നെ ഇത് കണ്ടു നിന്ന ആളുകൾ, ഭക്തർ പറയുന്നുണ്ടായിരുന്നു ചെരുപ്പ് മാറ്റണം. കാരണം ഇത് ഇവിടെ അമ്പലത്തിന് തൊട്ടു മുൻപിലാണ് ഈ രഥം വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ചെരുപ്പ് ധരിക്കാറില്ല. രഥം വലിക്കുമ്പോൾ ചെരുപ്പ് മാറ്റി വേണം ഈ രഥം വലിക്കാൻ എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ വീണ്ടും അവർ ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ രഥം വലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്. വലിയ ഒരു പ്രതിഷേധം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ തന്നെ അവർ തങ്ങളുടെ ആ ഒരു പ്രവൃത്തി തുടരുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്തായാലും വലിയൊരു ആചാര ലംഘനം തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ നടന്നത്. കൽപ്പാത്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് ആചാരങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭക്തരുടെ എല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. എല്ലാവരും പറഞ്ഞത് പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ആചാരമാണ്. ഈ കൽപ്പാത്തിയിലെ രഥം വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിഷ്ഠ ഉണ്ട്. ആ നിഷ്ഠ പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ എന്ന് തന്നെയായിരുന്നു എല്ലാ ഭക്തരും നമ്മളോട് പറഞ്ഞത്. ചെരുപ്പ് സാധാരണ രീതിയിൽ ആരും ധരിക്കാറില്ല. കാരണം ചെരുപ്പെല്ലാം ധരിച്ചു വേണം ഈ ഒരു റോഡിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ രഥം. കാരണം അത് കൃത്യമായൊരു സമയമുണ്ട്. ആ ഒരു സമയമെടുത്ത് ആണ് ഈ രഥം വലിക്കുക. അതിന് കൃത്യമായൊരു മാനദണ്ഡം ഉണ്ട്, കൃത്യമായ ആചാരങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യുക. ഇത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിൻ്റെ MP കൂടിയാണ് ശ്രീകണ്ഠൻ. അദ്ദേഹം ഈ പാലക്കാട് ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാം. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇത് പാലിച്ചില്ല എന്നാണ് പറയുന്നത്. പുറത്തുനിന്നും വരുന്ന
വരുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു പക്ഷേ ഇത് അറിയാൻ സാധ്യത ഇല്ലായിരിക്കാം. അവർ ഒരു പക്ഷേ ചെരുപ്പെല്ലാം ധരിച്ച് ഇത്തരത്തിൽ ചെയ്യുമായിരിക്കും. പക്ഷേ കൃത്യമായി പാലക്കാടിൻ്റെ MP കൂടിയായ അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ ഇത് ഒരു വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും ഭക്തർ ഇപ്പോഴും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് അവരുടെ തീരുമാനം. രോഹിണി. അതെ ശിവദാസ്, എന്തായാലും പതിറ്റാണ്ടുകളായി നീളുന്ന ആചാരം വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഓരോരുത്തരും ആ വീതിയിൽ തന്നെ എത്തുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് രഥം വലിക്കുന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പങ്കെടുത്തത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്.